നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പാർട്ടിക്ക് അതുണ്ടാക്കിയത് ഗുണമാണോ ദോഷമാണോ? സോഷ്യൽ മീഡിയയിലും ചില ചാനൽ ചർച്ചകളിലുമൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പാർട്ടിയുടെ ദൈനംദിന ചിലവ് കൂടിയെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുവെന്ന് ചില സോഷ്യൽ മീഡിയ സൈറ്റുകൾ. പാർട്ടിക്ക് വലിയ ബാധ്യതകൾ ഉണ്ടാക്കുന്നു പുതിയ പ്രസിഡന്റ് എന്ന് ചില മറ്റ് ഓൺലൈൻ സൈറ്റുകൾ. പാർട്ടിയിൽ വലിയ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്, പാർട്ടിയിൽ വലിയൊരു വിഭാഗം പിണങ്ങി നിൽക്കുന്നു. എന്തിനേറെ പറയുന്നു, പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് വരെ ചില ആക്ഷേപങ്ങൾ പല കോണുകളിൽ. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രി അപ്രതീക്ഷിതമായിട്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ ആയിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാകാം. പക്ഷേ അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ നടത്തി പല പല സ്ഥാപനങ്ങൾ പടുത്തുയർത്തി, ഒരു വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തി, ഇന്ത്യയിലും വിദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച, തൻ്റെ ഭരണത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വമാണ്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ മറ്റു പല പേരുകളും ഉയർന്നു വന്നിട്ടും രാജീവ് ചന്ദ്രശേഖറിന് ഈ ഉദ്യമം അല്ലെങ്കിൽ ഈ പദവി നൽകാൻ കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനിച്ചത്. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ പോലെ വലിയ ആവേശകരമായ പ്രസംഗം നടത്തുന്ന ആളല്ല. വലിയ പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അണികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന, ത്രസിപ്പിക്കുന്ന പ്രസംഗം നടത്തുന്ന ആളല്ല. അദ്ദേഹം ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോകുന്ന ആളാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ മലയാളം തന്നെ ആദ്യഘട്ടങ്ങളിൽ പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്കുള്ളിൽ ചെയ്തത്? പാർട്ടി സംവിധാനത്തെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചടുലമാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ 5-6 മാസക്കാലത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രകടനത്തിലൂടെ, അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പാർട്ടിയുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. പാർട്ടിക്ക് കൃത്യമായ ചട്ടക്കൂടുണ്ടായി. നേരത്തെ കുറ്റം പറയുന്നതല്ല, മുൻകാലങ്ങളിലുള്ള സംസ്ഥാന അധ്യക്ഷന്മാരുള്ള സമയത്ത് പാർട്ടിയിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് മാധ്യമങ്ങൾ പറയുന്ന ഊഹാപോഹങ്ങളല്ല. ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഒരേ കാര്യത്തിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പല ആളുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിപ്പോൾ ഇല്ല എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത്. പാർട്ടി ഇപ്പോൾ ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു. അർഹതപ്പെട്ടവർക്കെല്ലാം സ്ഥാനങ്ങൾ ലഭിക്കുന്നു. എല്ലാവർക്കും ഉത്തരവാദിത്വം നൽകുന്നു. ആർക്കും വെറുതെ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം. എന്താണോ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇവിടെ ചെയ്തു വച്ചത്, അതിൻ്റെ തുടർച്ച, അതിനേക്കാൾ വ്യാപ്തിയിൽ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പാർട്ടി പ്രവർത്തകനും നൽകിയിരിക്കുന്നു പുതിയ സംസ്ഥാന അധ്യക്ഷൻ. 30 ജില്ലാ അധ്യക്ഷന്മാരെ തീരുമാനിച്ചു. കാരണം ഓരോരുത്തർക്കുമുള്ള ജോലിഭാരം കുറയ്ക്കുന്നതിനും ഓരോരുത്തർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കൂട്ടുന്നതിനും 30 ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു, 30 പ്രഭാരിമാരെ പ്രഖ്യാപിച്ചു. താഴെത്തട്ടിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി എല്ലാ പോഷക സംഘടനകളെയും പുനഃസംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റുമാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകി. അങ്ങനെ ഓരോ ഇടങ്ങളിലും കൃത്യമായ തെരഞ്ഞെടുക്കലുകൾ നടത്തിക്കൊണ്ട് പാർട്ടിയെ അടിമുടി പുനഃസംഘടിപ്പിച്ചു എന്നുള്ളിടത്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യ വിജയം. മുൻകാലങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരെക്കാൾ കൂടുതൽ ചടുലമായി പ്രവർത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. അദ്ദേഹം അത് ചെയ്തിരിക്കുമെന്നുള്ളത് പാർട്ടി പ്രവർത്തകരിലും ഒരു പുതിയ ഊർജം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ നിശബ്ദമായ വിപ്ലവമാണ് നടക്കുന്നത്. ചിലപ്പോൾ പുറമേ വലിയ അലയൊലികൾ കാണാനില്ലായിരിക്കാം, വലിയ ആർപ്പ് വിളികളും വലിയ ആർഭാടങ്ങളും നിങ്ങൾക്ക് കാണാനില്ലായിരിക്കാം. പക്ഷേ കൃത്യമായ പ്രവർത്തനം ഏറ്റവും താഴെത്തട്ടിലടക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വരുന്ന നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ടാകും. ഡിസംബറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഈ അവസരം പരമാവധി മുതലെടുക്കുക. സംസ്ഥാനത്തെ 5 കോർപ്പറേഷനുകൾ, 15 ജില്ലാ പഞ്ചായത്തുകൾ, ഏകദേശം 900-ലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ,
ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പരമാവധി വിജയം നേടാൻ കഴിയുക. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം BJP മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഇപ്പോഴേ ആരംഭിക്കുക. നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം മണ്ഡലങ്ങളിൽ പോയാൽ പോരാ, നേതാക്കന്മാർ പൂർണ്ണ സമയവും മണ്ഡലങ്ങളിൽ ചെലവഴിക്കണം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സലാണ്, ഫൈനൽ റിഹേഴ്സലാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മണ്ഡലങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കണ്ട് അവിടെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ വഹിക്കുക. അവിടെ പരമാവധി തദ്ദേശ വാർഡുകൾ വിജയിപ്പിച്ചെടുക്കുക. തദ്ദേശ വാർഡുകളാണ് പാർട്ടിയുടെ അടിത്തറ. ആ അടിത്തറയെ കെട്ടിപ്പടുത്താൽ, ആ അടിത്തറ ശക്തമാക്കിയാൽ അവിടെ നിന്നുകൊണ്ട് നിയമസഭയിലേക്കും പിന്നീട് ലോക്സഭയിലേക്കും വിജയിച്ച് കയറാം. ആദ്യം പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കുക എന്ന വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലെ അണികൾക്കും പ്രാദേശിക നേതാക്കന്മാർക്കും നൽകിയിരിക്കുന്നത്. അതിനപ്പുറം സോഷ്യൽ മീഡിയ ശക്തമാക്കുന്നു. ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത്, പ്രധാനപ്പെട്ട മുഖമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികവും അനൗദ്യോഗികവുമായി എത്രയോ സോഷ്യൽ മീഡിയ ടീമുകളെയാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസവും പുതിയ ഉത്തരവിറങ്ങി. 20 കോടി രൂപ PRDക്ക് നൽകുന്നു. മുഖം മുനിക്കാൻ, മുഖ്യന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പുതിയ സോഷ്യൽ മീഡിയ ടീം രൂപീകരിക്കുന്നു. 1000-ഓളം വരുന്ന സർക്കാർ ജീവനക്കാരെ അവിടേക്ക്, പാർട്ടി അനുഭാവികളായ ജീവനക്കാരെ അവിടേക്ക് പ്രത്യേക ക്ലാസ് കൊടുത്തു കൊണ്ടുവരുന്നു. ഇതിനൊക്കെ കോടികൾ ഖജനാവിൽ നിന്ന് പൊടിക്കുന്നു. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM അടക്കം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒഴിച്ചു നിർത്തി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നു. അദ്ദേഹം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അങ്ങനെ ഒരു ടീമിനെ രൂപീകരിക്കുന്നു. സ്വാഭാവികമായും ഈ ടീമിന്റെ പ്രവർത്തനത്തിനൊക്കെ സാമ്പത്തിക ചെലവ് ഉണ്ടാകാം. അപ്പോൾ അതൊരു വിമർശനമാക്കി പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. വരാനിരിക്കുന്നത് BJPയുടെ ചരിത്രപരമായ മുന്നേറ്റമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളം പിടിക്കാൻ RCയുടെ മാസ്റ്റർ പ്ലാൻ, കേരളം പിടിക്കാൻ RCയെ ചുമതലപ്പെടുത്തിയ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ആത്മാഭിമാനം കൊള്ളാവുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, പണിയെടുക്കാത്തവർക്ക് ഇവിടെ പദവി ഉണ്ടാകില്ല. അത് വളരെ കൃത്യമായി അദ്ദേഹം പല വേദികളിൽ പല ഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. പണിയെടുക്കുന്നവർക്ക് അർഹതപ്പെട്ട പദവികൾ ലഭിക്കും, പണിയെടുക്കാത്തവർക്ക് വീട്ടിലിരിക്കാം. ഇത്രയും കാലം പാർട്ടി നേതാവെന്ന കുപ്പായവുമിട്ട് തേരാപ്പാര നടന്ന സ്ഥാനമാനങ്ങൾ നേടിയവർക്ക് ചിലപ്പോൾ ഇനി സ്ഥാനങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ആരോപണങ്ങൾ ഉണ്ടാവാം, വെറുപ്പുണ്ടാവാം. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല ഈ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമും. അവർ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ പരിശ്രമമാണ് രാജീവ് ചന്ദ്രശേഖറും ടീമും നടത്തുന്നത്. അതിനിടയിൽ ചില വിഴുപ്പലക്കലുകൾ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങളെയും ഇത്തരം ചില കളിയാക്കലുകളെയും ട്രോളുകളെയും ഒക്കെ അത്തരത്തിൽ കണ്ടാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടി പറഞ്ഞു പോകാം. ഈ അടുത്തിടെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. വളരെ കൃത്യമായി കുറിക്കുകൊള്ളുന്ന മറുപടി അത് പിണറായി വിജയനായിരുന്നാലും ശരി തന്നെ, പ്രതിപക്ഷ നേതാവിനായാലും ശരി തന്നെ അദ്ദേഹം നൽകുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ വലിയ വലിയ മാറ്റം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനായി അധികം വൈകാതെ പരിവർത്തനം ചെയ്യപ്പെടുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ BJPയുടെ വിജയത്തിന് ചുക്കാൻ പിടിക്കുന്ന നേതാവായി രാജീവ് ചന്ദ്രശേഖർ മാറാൻ അധികകാലം വേണ്ടിവരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്.